ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഈ ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫിഗർ ഇല്ലാതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അത് ഫിഗറോട് കൂടി ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ട്രയാങ്കിൾ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ 3 കോർണറിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3. അപ്പോൾ ഇത് അവിടെ നിന്ന് നമ്മൾ എടുത്ത് തിരിച്ച് ഇതിൻ്റെ മേളിൽ വെക്കുമ്പോൾ പല രീതിയിൽ വെക്കാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തിരിച്ച് വെക്കുകയാണെങ്കിൽ സെയിം തന്നെ വരും. 1ൻ്റെ പുറത്ത് 1 വരും, 2ൻ്റെ പുറത്ത് 2, 3ൻ്റെ പുറത്ത് 3. അന്നേരം കിട്ടുന്നത് റോ നോട്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1ൻ്റെ പുറത്ത് 2. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2ൻ്റെ പുറത്ത് 3 കിട്ടും, 3ൻ്റെ പുറത്ത് 1 കിട്ടും. അതേപോലെ ഒന്ന് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റോ 2. ഇനി μ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 ഫിക്സ് ചെയ്തിട്ട് 2ഉം 3 അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അത് ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഡയഗണൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ 1ൻ്റെ അവിടെ നിന്ന് താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് മിറർ ഇമേജ് ആയിട്ട് 1ൻ്റെ അവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ 1ൽ കൂടെ താഴോട്ട് 1ൽ കൂടെ ഈ 2ൻ്റെയും 3ൻ്റെയും 2 3 എന്ന് പറയുന്ന സൈഡിൻ്റെ നടുക്കൂടെ പോകുന്ന രീതി ഒരു മിറർ വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിലല്ലേ നമുക്ക് ഇമേജ് കിട്ടുന്നത്. 2 3യും 3 2 ആയിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. അപ്പം അങ്ങനെ കിട്ടുന്നതാണ് μ1. അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ μ2, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പം μ3 കിട്ടും. ഓക്കെ, ഇത് വേറൊരു രീതിയിലും ചിന്തിക്കാം. അടുത്ത വീണ്ടും മിറർ 3യുടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഫിക്സ് ആവുന്ന രീതിയിൽ കിട്ടും, അത് μ3. 2ൻ്റെ അവിടെ മിറർ കിട്ടുമ്പോൾ കിട്ടുന്ന μ2. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതി ചിന്തിക്കാം. μ1 എന്ന് പറഞ്ഞാൽ 1 ഫിക്സ് ആക്കുന്നു, ബാക്കി രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു. μ2 എന്ന് പറഞ്ഞാൽ 2 ഫിക്സ് ആക്കുന്നു, ബാക്കി രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. μ3 എന്ന് പറഞ്ഞാൽ 3 ഫിക്സ് ആക്കുന്നു, ബാക്കി രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 6 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 6 വെച്ചിട്ട് എങ്ങനെയാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നലെ മറ്റേ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യുന്ന ഐഡിയാസ് സ്വയം നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, സ്ക്വയറിൻ്റെ നോക്കൂ, 1 2 3 4 4 സൈഡുണ്ട്. അപ്പം റോ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുത്തിട്ട് സെയിം അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. അപ്പോൾ 1ൻ്റെ താഴെ 1, 2ൻ്റെ താഴെ 2, അങ്ങനെ വരും. റോ 1 ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, റോ 2 വീണ്ടും, റോ 3 വീണ്ടും, അങ്ങനെ ഇത് 4 എഴുതാൻ എളുപ്പമാണ്. μ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടിരിക്കുന്ന സ്ക്വയറില്ലേ, വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അത് ആ ലൈനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ 1ൻ്റെ അവിടെ 2 വരും, 2ൻ്റെ അവിടെ 1, 3 4 അങ്ങോട്ടും ഇങ്ങോട്ടും. μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുന്നു. അപ്പം ഹൊറിസോണ്ടലാകുമ്പോൾ 1ൻ്റെ അവിടെ 4, 2ൻ്റെ അവിടെ 3, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. Δ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2ഉം 4ഉം ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ലൈൻ 2നെയും 4നെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. 1ഉം 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അതാണ് Δ1. Δ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1ഉം 3യിലൂടെ ലൈൻ വരയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന Δ2. അപ്പോൾ ഈ ഫിഗർ നോക്കി, ഇതെങ്ങനെ ഇതിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടുമെന്നുള്ളതാണ് ഈ ടേബിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനെ നമുക്ക് 4 സ്ക്വയറുകളായിട്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാം. റോ നോട്ടുകളുടെ എല്ലാം ഒരെണ്ണം, അതായത് ഈ റോ നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും സെയിം ആയിട്ട് തന്നെ എഴുതണ്ടേ. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോകളുടെ, പിന്നെ വരുന്ന μ1 μ2, അതിൻ്റെ പിന്നെ വീണ്ടും അതിൻ്റെ താഴെ റോകൾ, ലെഫ്റ്റ് സൈഡിൽ വീണ്ടും μ1 Δ2, അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ നോക്കി ഇത് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇപ്പം നോക്കിക്കേ, റോ നോട്ട്, റോ 1 റോ 2 റോ 3 എഴുതി, അതിനെ ഒന്ന് മാറ്റി ഒന്ന് റൊട്ടേറ്റ് ചെയ്തിച്ച് എഴുതുമ്പോഴാണ് അടുത്ത ലൈൻ കിട്ടുന്നത്. റോ 1 റോ 2 റോ 3 റോ നോട്ട്. ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോ 2 റോ 3 റോ നോട്ട് റോ 1, വീണ്ടും താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോ 3 റോ നോട്ട് റോ 1 റോ 2. ആദ്യത്തെ ആ സ്ക്വയർ കിട്ടും. പിന്നെ അതിൻ്റെ വലതുവശത്ത് വരുന്ന രണ്ടാമത്തെ സ്ക്വയർ μ1 μ2 Δ1 Δ2 അതുപോലെ എഴുതി. ഇനി Δ1 Δ2 വലതുവശത്തത് ഇപ്പുറത്തോട്ട് മാറ്റി എഴുതുന്നു.
μ2 μ1 തിരിച്ചെഴുതി. വീണ്ടും ഈ μ2 μ1 അതുപോലെ എടുത്ത് താഴോട്ട് എഴുതുന്നു. വീണ്ടും ആദ്യത്തേത് തിരിച്ച് Δ2 Δ1 അതുപോലെ എടുത്ത് എഴുതുന്നു. മറ്റേത് തിരിച്ചെഴുതുന്നു. ഇനി ഇവിടെ വരുമ്പോഴോ μ1 μ2 Δ1 Δ2 താഴോട്ട് കറക്റ്റായിട്ട് എഴുതി. ഇനി μ1 μ2 ഇപ്പുറത്തോട്ട് അതുപോലെ എഴുതുന്നു. Δ1 Δ2 തിരിച്ച് Δ2 Δ1 എന്ന് എഴുതുന്നു. μ1 μ2 വീണ്ടും തിരിച്ച് μ2 μ1 എന്ന് എഴുതി Δ2 Δ1 അതുപോലെ എഴുതുന്നു. ഇനി വീണ്ടും μ2 μ1 അതുപോലെ താഴോട്ട് എഴുതുന്നു. ഡെൽറ്റ തിരിച്ച് Δ1 Δ2 എന്ന് എഴുതി. ഇനി ρ0 ρ2 ρ3 ρ1 ρ0 ρ2 ρ1 ρ3 അത് നമുക്ക് എങ്ങനെ എഴുതാം? ρ0 എഴുതി ρ0 താഴോട്ട് നോക്കാം. ρ0 ρ2 ρ1 ρ3 ρ0 ρ2 എന്നുള്ളത് ആ ഡയഗണലിൽ ഫുള്ള് ρ0 അങ്ങ് എഴുതണം ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ρ0 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ρ1 അങ്ങ് ലാസ്റ്റ് എഴുതണം. ρ2 രണ്ടാമത് ρ3 ρ1 അങ്ങനെ ρ2 ρ0 ρ1 ρ3 ഇത് നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കേണ്ടി വരും എങ്ങനെ വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കുക, നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് ടേബിളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് വരച്ച് പഠിക്കണേ ഗ്രൂപ്പ് ടേബിൾ.